എല്ലാ തവണയും ഞങ്ങളാ ഇതൊരുക്കുന്നത്. ഇത്തവണ അതെല്ലാം അങ്ങ് ഒരാൾ സ്വയം ഏറ്റെടുക്കുക. ഞാൻ ഏറ്റെടുത്തൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടാം. എന്നോട് കണ്ണേട്ടനാ പറഞ്ഞത് ഇത്തവണ വിഷുക്കണി ഞാൻ ഒരുക്കാൻ മതിയെന്ന്. അങ്ങനെ പറഞ്ഞതൊന്നുമല്ല, നീ പറയിപ്പിച്ചതാ. പറയിപ്പിച്ചതല്ല. ഞാൻ ഇയാളോട് പറഞ്ഞത് ഇത്തവണത്തെ വിഷുക്കണി ഇയാൾ ഒരുക്കാൻ മതിയെന്ന്. ഇത് എന്റെ വീടാ, അതായത് എന്റെ പേരിലുള്ള വീട്. അപ്പൊ ഇവിടെ വിഷുക്കണി ഒരുക്കേണ്ടത് എന്റെ ഭാര്യയാ. എടാ, ഞാൻ അമ്മയും ഇവള് നിന്റെ പെങ്ങളുമാണ്. പക്ഷെ അമ്മയും പെങ്ങളും ആ സ്ഥാനത്ത് നിൽക്കുന്നില്ല. അമ്മ എന്റെ രണ്ടാനമ്മയാണെങ്കിലും എനിക്ക് രണ്ടാം സ്ഥാനമല്ലേ തന്നിട്ടുള്ളൂ. ഞാനൊരു അമ്മയുടെ സ്ഥാനം തന്ന് അമ്മയെ സ്നേഹിക്കുമ്പോ അതിനെ അതേ തൂക്കത്തില് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മയും അച്ഛനും പോയ ശേഷം അതേ അളവിലും തൂക്കത്തിൽ എനിക്ക് സ്നേഹം തരുന്നത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇനി എല്ലാ വർഷവും ഇവിടെ വിഷുക്കണി ഒരുക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവൾക്കൊപ്പം കൂടാം. അല്ലാതെ ഇവള് മാറി നിൽക്കണമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അയ്യോ, ഞങ്ങള് കൂടുന്നില്ലേ? ഞങ്ങള് കാഴ്ചക്കാരായിട്ട് ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. നിങ്ങൾ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലൊരു വിഷുക്കണി ഇതുവരെ ഈ വീടിനകത്ത് ഒരുക്കിയിട്ടുണ്ടോ? ഇത്രയും സമ്പന്നമായൊരു വിഷുക്കണി ഏതെങ്കിലും വർഷം കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ വെച്ച ശേഷം ഇല്ലെന്ന് തന്നെ പറയാം. ഈ വിഷുക്കണി ഒരുക്കുന്ന ഭംഗിയൊക്കെ ഏട്ടത്തിയുടെ മനസ്സിലുണ്ടായിരുന്നാ മതിയായിരുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്റെ മനസ്സിലെ മാറാലെ പെട്ടെന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ നാളെ നീ അമ്മാവന്റെ ആണെങ്കിലും ആ വീട്ടിലേക്ക് മരുമകളായി പോകേണ്ടതാ. ആ സമയത്ത് സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ മുറച്ചെറുക്കനാണെങ്കിലും മേഘനാഥൻ എന്നെപ്പോലെ സഹനശക്തിയും ക്ഷമയും ഇല്ലാത്ത കൂട്ടത്തില. ഇഷ്ടപ്പെടാത്ത ചെയ്താ നിന്റെ കാരണം കരുവാളിക്കുന്നത് നിന്നെ പുന്നാരിച്ചു വളർത്തിയ നിന്റെ അമ്മയ്ക്ക് കാണേണ്ടി വരും. ഡീ, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിന്ന് കഴിഞ്ഞാ ഒന്നും രണ്ടും പറഞ്ഞ നാളത്തെ വിഷു ഇല്ലാതായി പോവും. അതുകൊണ്ട് വാ. എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കത്തെയാണ് കുഴപ്പം. അവരെന്തെങ്കിലും പറയുമ്പോൾ തനിക്കെന്താ തിരിച്ചു പറഞ്ഞാല്? അതുകൊണ്ടാ സാഗറിനൊപ്പം പോകുമ്പോ അവരോരോ കഥകൾ ഉണ്ടാക്കി പറയുന്നത്. അവരിങ്ങനെ പോകുന്നതിന് വിമർശിക്കുമ്പോ എനിക്കിഷ്ടമുണ്ടായിട്ടാ പോകുന്നതെന്ന് തനിക്കെന്താ പറഞ്ഞാല്? അതിനു പകരം എല്ലാവരും വിമർശിക്കുമ്പോ അങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. ആ ചോദ്യ സകല പ്രശ്നത്തിനും കാരണം. എന്റെ ഭർത്താവിന് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ ആർക്കൊപ്പം സഞ്ചരിക്കുന്ന താനങ്ങ് പറയണം. അതോടെ നാവടക്കേണ്ടവര് നാവടക്കിങ്ങിരുന്നോളും. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.